ശൈവാസമുപാസത്തെ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാ കർമ്മേതി മീമാംസകാ സ്വയംഭോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സ്വയംഭോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. യത്തദ്രേശ്യമഗ്രാഹ്യമഗോത്രമവർണം അചക്ഷുശ്രോത്രം തദപാണിപാദം നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം തദവ്യയം യത് ഭൂതയോനിം പരിപശ്യന്തി ധീരാ തദവ്യയം യത് ഭൂതയോനിം പരിപശ്യന്തി ധീരാ. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സർവഭൂതാധിവാസഃ സാക്ഷീ ചേത കേവലോ നിർഗുണശ്ച സാക്ഷീ ചേത കേവലോ നിർഗുണശ്ച. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദ പ്രബോധകഃ. ഹരി 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 ഓം തത്സത്. ജയ ഗുരു ജയ ഗുരു ജയ ഗുരു. ഞാൻ കാലത്ത് പടുക്കയിൽ നിന്ന് എണീക്കുന്നതിന് മുൻപ് തന്നെ സ്വതവേ ഒന്ന് ചൊല്ലും, അല്ലെങ്കിൽ പാടുന്നില്ല. ജയ ഗുരു ജയ ഗുരു ജയ ഗുരു ജയ ഗുരു ജയ ഗുരു ജയ ഗുരു ജയ ജയ ഗുരു ഗുരു. ഇങ്ങനെ പാടിയിട്ടാണ് എണീക്കാറുള്ളത്. നമുക്കൊരു 3 തവണ ഓങ്കാരം ജപിക്കണ്ടേ? എല്ലാവരും അതിന് തയ്യാറല്ലേ? സാധാരണ എന്നെ കണ്ടാൽ തയ്യാറാവണമല്ലോ. അപ്പോൾ എല്ലാവരും കൈ കോർത്ത് മടിയിൽ വയ്ക്കും, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കും, എന്നിട്ട് കണ്ണടയ്ക്കുക. ഇനി വേണ്ടത് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ 3 തവണ ഓങ്കാരം ജപിക്കാം. ആ ജപിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാവേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കൂട്ടജപധ്വനി ഭൂതലം മുഴുവനും വ്യാപിച്ച് അതിൻ്റെ അനുഗ്രഹവർഷങ്ങൾ ഇവിടെയുള്ള ജീവജാലങ്ങളിലെല്ലാം ചൊരിയണം എന്നൊരു സങ്കല്പം നിങ്ങളുടെ മനസ്സിൽ വേണം. പ്രാർത്ഥനയല്ല, സങ്കല്പമാണ്. നിങ്ങളാണ് ജപിക്കണത്. ആ ജപം എങ്ങനെ വേണം എന്ന് നിശ്ചയിക്കേണ്ടത് നിങ്ങളാണ്. അതാണ് അത്. പ്രാർത്ഥനയല്ല എന്നാണ് പറയണത്, സങ്കല്പം. എല്ലാവരും കണ്ണടച്ചോ? ഇതാ ഓ പതിവ് പോലെ എന്നെക്കൊണ്ട് കുറച്ച് ഉയർത്തി സംസാരിപ്പിക്കും. എന്താ നിങ്ങളിവിടെ കിടന്ന് ഉറങ്ങുക? ഒന്ന് നല്ലപോലെ ജപിക്കും. എൻ്റെ ശബ്ദം അടഞ്ഞ മട്ടാണല്ലോ. അതിന് പകരം എല്ലാവരും അസലായിട്ട് ഓ തൽക്കാലില്ല. ഒന്നും കൂടി നന്നായിക്കോട്ടെ.
ഓ ഭാരത ജനനിയുടെ സത്പുത്രിമാരെ നമ്മുടെ സംസ്കാര കുതുകികളെ, പ്രത്യേകിച്ചും ജ്ഞാന കുതുകികൾ, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. എന്തിനാണോ കൂടിയിരിക്കുന്നത് അത് ഇനി നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഈ ശ്രീമദ് ഭാഗവതത്തിൽ എന്താണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു? വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. അറിയണം, ഉണരണം, സാക്ഷാത്കരിക്കണം. എന്തിനെ? വാസ്തവ വസ്തുവിനെ, നശിക്കാത്ത വസ്തുവിനെ, എന്നും നിലനിൽക്കുന്നതിന്. അത് അറിയാണ് വേണ്ടത്. അതിൻ്റെ അടുത്ത് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല, വിഴുങ്ങാൻ പറ്റില്ല, തിന്നാൻ പറ്റില്ല. അതിനെ ഗ്രഹിച്ച് ഉൾക്കൊണ്ട് സാക്ഷാത്കരിക്കുക, അറിയാണ് വേണ്ടത്. എന്താ അറിഞ്ഞാലുള്ള നേട്ടം? ശിവദം. അത് മംഗളകരമാണ്. മാത്രമോ താപത്രയോന്മൂലനം. ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്ന് പറയുന്ന 3 കൂട്ടം താപങ്ങളുണ്ടല്ലോ. ആ താപങ്ങളെ മുഴുവനും ഉന്മൂലനം ചെയ്യും, തുടച്ചു മാറ്റുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, കുട്ടികൾ, സ്വത്ത്, സ്വാതന്ത്ര്യം, ഭൂമി, ഡെപ്പോസിറ്റ്, ഷെയർ ഒക്കെ ഉണ്ടായിക്കോട്ടെ, താപത്രയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ ലോകം താപത്രയം ജനിപ്പിക്കുന്നതാണ്. എത്ര നല്ല ശ്രീരാമൻ കാട്ടിലേക്ക് പോയി കൈകേയുടെ വാക്ക് കേട്ട് അച്ഛൻ്റെ വാക്ക് പരിപാലിക്കണമെന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു പുത്രൻ ഉണ്ടാവാനല്ലേ എല്ലാവരും കൊതിക്കുക. ആ പുത്രൻ കാട്ടിലേക്ക് പോയപ്പോൾ ദശരഥൻ എന്ത് ചെയ്തു? രാമാ 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 കരഞ്ഞു, മരിച്ചു. ഇതാണ് ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നത്. മനസ്സും ബുദ്ധിയും വരുത്തി തീർക്കുന്ന ദുഃഖം. കാര്യങ്ങൾ വേണ്ടതുപോലെ വിശകലനം ചെയ്ത് സ്വീകരിച്ച് ഉൾക്കൊള്ളാൻ പറ്റാതെ പലരും വിഷമിക്കുകയാണ്. ജീവിതത്തിൽ എന്ത് അനുഭവങ്ങൾ വേണമെങ്കിൽ വരട്ടെ, എത്ര യാതനകൾ വേണമെങ്കിൽ വരട്ടെ, അതിന് നാം സ്വയം ഉള്ളു തുറന്ന് സ്വീകരിച്ചാൽ അതൊക്കെ യാതനയല്ലാതെയാവും. നമ്മുടെ ഉന്നമനത്തിന് കാരണമായി തീരും, ഔത്കൃഷ്ട്യം നേടിത്തരും. മനസ്സിൻ്റെ മാറ്റമാണ് ആവശ്യം. അതേ ശ്രീരാമനെ പെറ്റു വളർത്തിയ കൗസല്യ ആദ്യം കുറച്ച് കരഞ്ഞു, പിന്നെ ശ്രീരാമൻ സമാധാനിപ്പിച്ചപ്പോൾ ഉൾക്കൊണ്ടു. ഒരു നല്ല സന്താനം, പുത്രൻ, നീ എന്ത് ചെയ്യാൻ പോണു അതുപോലെ തന്നെയാണ് ചെയ്യുക. എൻ്റെ തെറ്റുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. രാമ, 14 വർഷം 14 മാസം പോലെ ആവട്ടെ, നീ തിരിച്ചു വരും. അപ്പോൾ സ്വാഗതം ചെയ്യാൻ ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ കൗസല്യക്കില്ലാത്തൊരു മനോവേദന ഈ മനുഷ്യന് എങ്ങനെ ഉണ്ടായിയപ്പാ, ഈ ദശരഥന്? ഇതാണ് നിങ്ങൾക്കുള്ള തകരാറ്. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ദശരഥനാവുമോ അതോ കൗസല്യാവുമോ എന്ന്? തീരുമാനിച്ചോളൂ. ഈ തീരുമാനം എന്നും ഓർമ്മയുണ്ടാവട്ടെ. സച്ചിദാനന്ദമായിരിക്കുന്ന പരബ്രഹ്മത്തെ പ്രതിപാദിക്കുന്നതാണ് അടിമുടി നമ്മുടെ വേദങ്ങൾ, ഉപനിഷത്തുകളെല്ലാം. ആ ബ്രഹ്മത്തെയാണ് ശിവദം, ശിവപ്രദം എന്നൊക്കെ പറഞ്ഞ് ശ്രീമദ് ഭാഗവതം ചിത്രീകരിക്കുന്നത്. ഇപ്പം എന്താ, കൽപ്പതരുവാണെന്ന് തോന്നുന്നുണ്ടോ? നിഗമകൽപ്പതരുവാണെന്ന്. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. ഒന്ന് പറയൂ. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. താപത്രയോന്മൂലനം. എന്താ മിണ്ടാതെ? കുട്ടികളെ വേദം എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറയാനില്ലേ പറയണം, അല്ലെങ്കിൽ എനിക്ക് പറയണം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. താപത്രയോന്മൂലനം. ഇതിനെയാണ് വെറും ഭക്തിപ്രദം 2 അക്ഷരം എഴുതിയിട്ടുള്ളൂ. 18,000 ശ്ലോകത്തിൽ ഭക്തി എന്ന് 2 അക്ഷരം. ബാക്കിയുള്ളതൊക്കെ ആർക്ക് കേൾക്കാനാ, ആര് വായിക്കാനാ? അപ്പോൾ ഈ സംഗതി മുഴുവനും വെളിപ്പെടുത്തുകയാണ്. ആദ്യം ഇത് പറയുമ്പോൾ നിങ്ങൾ കേട്ടു എന്ന് വരില്ല.
പക്ഷേ അധികം താമസിക്കാതെ നിങ്ങൾ സമ്മതിക്കും, ഞങ്ങൾ കൗസല്യക്കാരാണ്, സ്വാമിജി പറയുന്നത് ശരിയാണ്. ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ ഒരു സൂത സംവാദമുണ്ടതിൽ. സൂതനോട് ചോദിക്കുക, ആരാ ഈ സൂതൻ എന്ന് പറഞ്ഞാൽ? എല്ലാവരും സൂത ഉവാച എന്ന് പറയുള്ളൂ. വാസ്തവത്തിൽ നമ്മുടെ കേരളത്തിൽ ചാക്യാന്മാരുണ്ട്. ആ ചാക്യാന്മാർ വാസ്തവത്തിൽ സൂതന്മാരാണ്. അവർ വേദേതിഹാസ പുരാണങ്ങളെല്ലാം വായിച്ച് നല്ല പോലെ മനസ്സിലാക്കും. ചാക്യാർ പുറത്ത് കിടന്നാൽ മിണ്ടരുതെന്നാ പ്രമാണം, കേൾക്കാനേ പാടുള്ളൂ. മിണ്ടരുന്ന് മുഴുവൻ മേടയിൽ നിന്ന്. പുറത്ത് പോയാൽ അങ്ങനെ കണ്ട് കേൾക്കുക, എന്നിട്ട് മനസ്സിലാക്കി അത് മനസ്സിൽ വെച്ചുകൊണ്ട് മേടയിൽ അവതരിപ്പിച്ചുകൊള്ളുക. ചാക്യാർ കൂത്തു പറയുമ്പോൾ നല്ല സമർത്ഥന്മാരാണ്. അപ്പോൾ അദ്ദേഹം എല്ലാം വായിച്ചിട്ടുണ്ടാവും. ബ്രാഹ്മണർക്കൊക്കെ വലിയ ബഹുമാനാ ചാക്യാന്മാരെ, ഈ സൂതന്മാരെ. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, അങ്ങ് വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം നല്ലപോലെ വായിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ സാരാംശം എന്താ എന്നൊന്ന് പറഞ്ഞു തരാമോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? സാരാംശം. അപ്പോൾ പറയാണ്, ഇത് ഞാൻ ആദ്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി, ഈ ഒരൊറ്റ ശ്ലോകം. ഞാൻ വേദേതിഹാസ പുരാണങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ പ്രസാദത്താൽ എല്ലാറ്റിലും എനിക്ക് പ്രവേശമുണ്ടായിട്ടുണ്ട്, മനസ്സിലായി. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം എന്ന് പറഞ്ഞ് തത്വവേത്താക്കളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, വദന്തി തസ്തത്വവിദഃ വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം. വേത്താക്കൾ പറയുകയാണ്, നിങ്ങൾ ചോദിച്ചതിൻ്റെ മറുപടി കേൾക്കുന്നുണ്ടോ കൂട്ടരെ? വദന്തി തത്വവിദഃ. എന്താ അത്? തത്വം യജ്ഞാനമദ്വയം. തത്വം യജ്ഞാനമദ്വയം ഒന്ന് പറയൂ. ബാക്കിയുള്ളവരുടെ കൊരലട്ടപ്പനാ നിങ്ങളുടെ തൊണ്ടയിൽ പറയുന്നപ്പ. ഇവിടെ വരുമ്പോൾ എല്ലാവരും കുട്ടികളാണ്, അസലായിട്ട് പറയൂ. തത്വം യജ്ഞാനമദ്വയം. തത്വം യജ്ഞാനമദ്വയം. തത്വം യജ്ഞാനമദ്വയം. യത് തത്വം അദ്വയം ജ്ഞാനം. എല്ലാറ്റിൻ്റെയും സാരാംശം തത്വം എന്താണെന്ന് ചോദിച്ചില്ലേ? അത് തത്വവിത്തുകൾ പറയാണ്, തത്വവേത്താക്കൾ പറയാണ്. യത് അദ്വയം ജ്ഞാനം. അദ്വയമായിരിക്കുന്ന ജ്ഞാനമെന്തോ അതാണ് പരമതത്വം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ജ്ഞാനം എന്ന് പറഞ്ഞാൽ എവിടെയത്? ഇവിടെയൊക്കെ അത് ഉള്ളിലല്ലേ? ബുദ്ധിക്ക് മാത്രമല്ലേ അറിയാനും ഉണരാനും പറ്റുള്ളൂ. ആ ബുദ്ധിയിൽ ഇപ്പോൾ ഉള്ള ജ്ഞാനം മുഴുവനും രണ്ടാ. ഞാൻ വേറെ, നീ വേറെ, അവൻ വേറെ, അവൾ വേറെ, കാണപ്പെടുന്നത് വേറെ, കാണുന്നവൻ വേറെ, കാണൽ വേറെ, ഒക്കെ വേറെ വേറെ ആയിട്ടാണ്. ഈ വേറെ എന്നുള്ള ആ സ്വഭാവം മാറി എല്ലാം കൂടി ഒന്നായിത്തീരുന്ന ഒരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തിലെ ദ്വയാംശം അങ്ങോട്ട് മാറുന്നു, അത് അദ്വയമാണെന്ന് അനുഭവപ്പെടുന്നു. ഇപ്പോൾ ഒരു സംഗതി അറിയണമെങ്കിൽ അറിയുന്ന ഒരുവൻ വേണം. ആ അറിയുന്ന ഒരുവൻ അറിയാനായി പരിശ്രമിക്കണം. അപ്പോൾ അറിയൽ എന്ന പ്രക്രിയ പുറപ്പെടണം. ആ പ്രക്രിയയുടെ പരിണത ഫലമാണ് അറിവ് എന്ന് പറയുന്ന ആ പരിണാമം. അപ്പോൾ നമ്മുടെ അറിവോ മുമ്പ് അതോ അറിയുന്നവനോ മുമ്പ്? തുറച്ചു നോക്കി. അറിവാണോ മുമ്പ് അതോ അറിയുന്നവനോ മുമ്പ്? എന്താ നിങ്ങൾക്ക് ഇത്ര സംശയം? ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല. നിങ്ങളാണോ മുമ്പ്
അതോ നിങ്ങൾ കാണുന്ന ലോകമോ മുമ്പ്? നിങ്ങളില്ലെങ്കിൽ ലോകമുണ്ടോ? നിങ്ങളുടെ അറിവിലും അനുഭവത്തിലും ലോകമുണ്ടോ? ഏത് ലോകത്തെയാണ് നിങ്ങൾ പറയണ ലോകം എന്ന്? നിങ്ങൾ അനുഭവിക്കുന്ന ലോകത്തിനല്ലേ പറയണത്. ഉറങ്ങുമ്പോൾ എവിടെ പോയി ലോകം? എണീറ്റപ്പോൾ ആരാ എണീറ്റത്? ലോകം എണീറ്റോ നിങ്ങൾ എണീറ്റോ? അപ്പം നിങ്ങൾ എണീറ്റപ്പോഴല്ലേ ലോകം കണ്ടത്. അപ്പം ലോകം കാണപ്പെടുന്നതും നിങ്ങൾ കാണുന്നവനുമാണ്. ഈ കാണപ്പെടുന്നതിലും കാണുന്നവനിലും രണ്ടും കൂടി തട്ടിച്ച് നോക്കിയാൽ ആദ്യമുള്ളത് ആരാ? കാണുന്നവൻ. നിങ്ങളുടെ ഉള്ളിലാണ് കാണുന്നവൻ. കാണൽ നിങ്ങളുടെ ഉള്ളിലാണ്, കാഴ്ചയും നിങ്ങളുടെ ഉള്ളിലാണ്. ഈ മൂന്നും വേറെ വേറെയോ അതോ ഒന്നോ? നിങ്ങളുടെ ഉള്ളിൽ എത്ര സാധനം ഉണ്ടപ്പാ? ഒരു സാന്നിധ്യമല്ലേ ഉള്ളൂ. ആ സാന്നിധ്യം രചിക്കുന്നതല്ലേ കാണുന്നവൻ, കാണൽ, കാഴ്ച. അപ്പം ആ വ്യത്യാസം അങ്ങോട്ട് മാഞ്ഞുപോയി അതെല്ലാം ഒന്നാണെന്നുള്ളൊരു അനുഭവം നിങ്ങളിലുണ്ടാവും. ആ അനുഭവം അദ്വൈതജ്ഞാനം എന്ന് പറയുന്നതിനെയാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇത് ശബ്ദതേ. അതിനെയാണ് 3 തരത്തിൽ വേർതിരിച്ച് പറയുന്നത്. ബ്രഹ്മമെന്ന് പറയുന്നു, ആത്മാ എന്ന് പറയുന്നു, ഈശ്വരൻ എന്ന് പറയുന്നു. ഇത് 3ഉം ബ്രഹ്മാവൊന്നുമല്ല, ഈശ്വരനല്ല. ഇത് 3ഉം അദ്വൈതജ്ഞാനമാണ്. ഈ അദ്വൈതജ്ഞാനത്തെയാണ് ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഈശ്വരനെന്നും പറയുന്നത്. നിങ്ങൾക്ക് ഞാനില്ലാതെ എപ്പോഴെങ്കിലും ഒരു അനുഭവം ഉണ്ടാവുമോ? എല്ലാം നിങ്ങളുടെ അനുഭവമല്ലേ. എനിക്കൊരു ശരീരം ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ അനുഭവമല്ലേ. വാസ്തവത്തിൽ നിങ്ങൾക്ക് ശരീരമില്ല, ഉണ്ടെന്നുള്ള അനുഭവമേ ഉള്ളൂ. ഉറക്കത്തിൽ എവിടെ പോയി ശരീരം? 8 മണിക്കൂറാണ് കിടന്നുറങ്ങണത്, 16 മണിക്കൂറാണ് ഉണർന്നിരിക്കുന്നത്. അപ്പോൾ 8 മണിക്കൂർ ഇല്ലാതെയാവുന്ന ശരീരം എങ്ങനെ ഉണ്ടെന്ന് പറയും? എണീറ്റ് കഴിഞ്ഞാൽ വന്നു. അപ്പോൾ ശരീരത്തിൻ്റെ നിൽപ്പും പോക്കും ആരെ ആശ്രയിച്ചിരിക്കുന്നു? എന്താ നിങ്ങൾ മിണ്ടാതെ? പറയുന്നപ്പാ, ആരെ ആശ്രയിച്ചിരിക്കുന്നു? നിങ്ങളുടെ ശരീരത്തിൻ്റെ നിൽപ്പും പോക്കും തന്നെ ആശ്രയിച്ചിരിക്കുന്നു. അതിൽ അറിയുന്നവനായാലെന്താ, അറിയലായാലെന്താ, അറിവായാലെന്താ? ഇത് 3ഉം ഈ ഉള്ളിൽ വരുന്ന പലതരത്തിലുള്ള പേരുകളല്ലേ. പരിശോധിച്ച് നോക്കിയാൽ ഒന്നല്ലേ ഉള്ളൂ. മനസ്സിലില്ലാത്തത് ചിന്തയിലുണ്ടാവുമോ? എന്താ അവർ മിണ്ടാത്ത? ഈ മനസ്സെന്ന് പറയുന്നതിലൊരു മനസ്സിൻ്റെ ഒരു സ്വരൂപമുണ്ടല്ലോ, അത് തന്നെയല്ലേ ചിന്തയാവുന്നത്. വെള്ളം ഒഴുകുമ്പോൾ പുഴയാവുന്നു. ആ പുഴയിൽ വെള്ളമല്ലാത്തത് വല്ലതും ഉണ്ടോ? പിന്നെ എന്തിനാ പുഴ എന്ന് പറയണേ? പുഴ ഒരു ഭിന്ന പദാർത്ഥമാണോ? ജലം തന്നെയല്ലേ അത്. അതുപോലെ നമ്മുടെ മനസ്സ് തന്നെയാണ് ചിന്ത. മനസ്സ് തന്നെയാണ് ചിന്തിക്കുന്നത്. ചിന്തകനും മനസ്സ് തന്നെയാണ്. അങ്ങനെ ചിന്തകൻ, ചിന്തനം, ചിന്ത, ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം എന്ന് പറയുന്ന 3 ത്രിപുടി ഉണ്ടല്ലോ. ഒരു ത്രികോണം ഉണ്ടാവണമെങ്കിൽ 3 ലൈൻ വേണം. അത് തമ്മിൽ കൂട്ടിമുട്ടണം. അത് കൂട്ടിമുട്ടിയാലേ ത്രികോണം ഉണ്ടാവുള്ളൂ. അതുപോലെ ഈ ത്രിപുടമുണ്ടല്ലോ, ത്രിപുടി, അത് 3ഉം ഇല്ലാതെ ആവുമ്പോഴാണ് സത്യസാക്ഷാത്കാരം ഉണ്ടാവുന്നത്. ഇത്രയുമെങ്കിലും ഗ്രഹിച്ചൂടെ? ഞാൻ ചോദിക്കുന്നുണ്ട്, ഞാനിത് പറയണേ, എനിക്കിത് വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? കൈ പൊന്തിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ സമാധാനം എൻ്റെ അപ്പ. അപ്പോൾ ഈ ത്രിപുടി അങ്ങോട്ട് ഇല്ലാതെ ആവണം. എല്ലാം ഒന്ന് എന്നുള്ളത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എന്ത് ഞാൻ ലോകം എന്ന് പറയട്ടെ, ഈശ്വരൻ എന്ന് പറയട്ടെ, ആത്മാവെന്ന് പറയട്ടെ, എല്ലാം തന്നെ എൻ്റെ പരാമർശങ്ങളാണ്. എൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. എനിക്കുണ്ടാവുന്ന അറിവിനെയാണ് ഞാൻ ചിത്രീകരിക്കുന്നത്. ഞാനെന്നും നീയെന്നും ഇവനെന്നും അവളെന്നും അവരെന്നും എല്ലാം എൻ്റെ ഉള്ളിലുള്ള ഉണർവാണെന്ന് മനസ്സിലാക്കി ഈ ഞാനോ
ബാക്കി എന്തും ഇല്ലാതെ ആയാലും അത് നിലനിൽക്കുന്നു. ഉറങ്ങുന്ന സമയത്ത് ദേഹമില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, ലോകമില്ല, എല്ലാം പോയാലും പിന്നെയും ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും, എന്നിട്ട് എണീക്കണം, എല്ലാറ്റിനെയും ഉണ്ടാക്കണം. അങ്ങനെ ഈ അദ്വൈതജ്ഞാനം വേണ്ടതുപോലെ മനസ്സിലായാൽ അതാണ് വാസ്തവത്തിൽ പരമസത്യം. അതിനെയാണ് ഇങ്ങനെ പറയണത്. പറയട്ടെ. മുണ്ടകോപനിഷത്ത് വളരെ വിശേഷമാണ്. ഞാൻ അതിനെപ്പറ്റി കുറച്ചൊന്ന് ചർച്ച ചെയ്യാം. അതുപോലെ മാണ്ഡൂക്യോപനിഷത്തിൽ ഒരു മന്ത്രമുണ്ട്, ഏറ്റവും വിശേഷപ്പെട്ടതാണ്. ആദ്യമെല്ലാം ഈ വേദജ്ഞർ മുകളിൽ നോക്കി ഇന്ദ്ര ചന്ദ്ര ദേവതകളെ എന്ന് പറഞ്ഞു. ആരാ കേട്ടത്? ആരും കേട്ടില്ല. അവസാനം ക്ഷീണിച്ച് കണ്ണടച്ച് ഉള്ളിലേക്ക് പോന്നപ്പോഴാണ് പ്രകൃതം മാറിയത്. അപ്പോഴാണ് അവരെന്താ പറയണത്? നാന്തഃപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോഭയതഃപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന അപ്രജ്ഞം അദൃഷ്ടം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവമദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയ. എല്ലാം കൂടി മനസ്സിലാക്കാനുള്ളത് ആ ആത്മാവിനെയാണ്. എന്ത്? ഇന്ദ്രനെയല്ല, ചന്ദ്രനെയല്ല, ബ്രഹ്മാവിനെയല്ല, വിഷ്ണുവിനെയല്ല, ശിവനെയല്ല. പേടിയാവുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ? എന്തിനാണ് അറിയേണ്ടത്? നമ്മുടെ ഉള്ളുണർവിനെയാണ് അറിയേണ്ടത്. ഉള്ളുണർവിനെ, എല്ലാറ്റിനെയും ഉണർത്തിത്തരുന്ന ഞാൻ 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 ആരെങ്കിലും ഒരാളെ കാണിച്ചു തരാമോ? ഞാനില്ലാത്തവൻ. 2 വയസ്സിൽ നിങ്ങൾ പറയാൻ തുടങ്ങിയതാ ഞാൻ. എൻ്റെ ശരീരത്തിന് 93 വയസ്സായി, ഇപ്പോഴും ഞാൻ പറയണു ഞാൻ. അതിൽ മാറ്റം വന്നിട്ടില്ല. ശരീരത്തിന് മാറ്റം വന്നു, മനസ്സിന് വന്നു, ബുദ്ധിക്ക് വന്നു, അഹങ്കാരത്തിന് വന്നു. പക്ഷേ ഞാൻ മാറ്റമില്ലാതെ തുടർന്നു. അതുമാത്രമല്ലേ നിത്യവസ്തുവുള്ളൂ, ബാക്കിയൊക്കെ അനിത്യമാണല്ലോ. ഇത് എപ്പോഴാണ് കൂട്ടരെ നിങ്ങൾ മനസ്സിലാക്കാൻ പോണത്? ശ്രീമദ് ഭാഗവതം ഇതാണ് ഉപദേശിക്കുന്നത്. ഈ മന്ത്രം വളരെ വിശേഷപ്പെട്ടതാണ്. അത് ഉൾപ്രജ്ഞയല്ല, ബഹിപ്രജ്ഞയുമല്ല, രണ്ടും കൂടിയതുമല്ല, ഗാഠമായ നിദ്രയുമല്ല, വെറും പ്രജ്ഞയല്ല, എന്നാൽ പ്രജ്ഞാഹീനതയുമല്ല. അതിനെ കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, ഉപദേശിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആയാലും ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയ. നമുക്ക് 3 അവസ്ഥയുണ്ട്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥ. ഉണർന്നിരിക്കുക, ഉറങ്ങുക, സ്വപ്നം കാണുക. ഈ 3 എണ്ണവും ഇല്ലാതെയായി പോണതാണ്. പക്ഷെ ഇല്ലാതെ ആകാത്ത ഒന്നുണ്ട് അവിടെ. ആര്? സ്വപ്നം കണ്ടവൻ, ഉണർന്നിരിക്കുന്നവൻ, ഉറങ്ങിയവൻ. ഇത് 3 ഒരാളോ 2 ആളോ? ഒന്ന് പറയുന്നപ്പ. ആ ആളൊന്നു തന്നെയല്ലേ? ഞാനല്ലേ സ്വപ്നം കണ്ടത്, ഞാനല്ലേ ഉറങ്ങിയത്, ഞാനല്ലേ ഉണർന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ഈ ഉറക്കവും സ്വപ്നവും ഉണർവാവുക? അതാണ് ചതുർത്ഥം എന്ന് പറയുന്നത്. ഞാൻ ചുരുക്കി പറയാം. 4ാമത്തെ ഒരു ഘടകമുണ്ട് അവിടെ. അത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നല്ല. 1, 2, 3, 3മല്ലാത്ത 4. ആത്മാ സവിജ്ഞേയ. അതിനെയാണ് വിചാരം ചെയ്ത് മനസ്സിലാക്കേണ്ടത്. 100ലേറെ ഉപനിഷത്തുകളാണ്. ഈശകേന കഠപ്രശ്ന മുണ്ട മാണ്ഡൂക്യതിത്തിരി ഐതരേയം ച ഛാന്തോഗ്യം ബൃഹദാരണ്യകം ദശാന്ന്. പിന്നെ ശ്വേതാശ്വതോപനിഷത്തിന് കൂടി ശങ്കരാചാര്യൻ ഭാഷ്യം എഴുതിയിട്ടുണ്ട് 11 എണ്ണത്തിന്. അതിൽ ശ്വേതാശ്വതത്തിൻ്റെ ഒരു ശ്ലോകമാണ് ഞാൻ ആദ്യം ചൊല്ലിയത്. ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ എന്ന് പറഞ്ഞ ശ്ലോകം. നൂറിലേറെ ഉപനിഷത്തുകളാണ്. എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ഞാൻ ദീക്ഷ മേടിച്ചു, ബ്രഹ്മവിദ്യാ ദീക്ഷ. 3 ദിവസമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ധ്യാനിപ്പിച്ചത്. എന്നിട്ട് ഞാൻ 3-ാം ദിവസം അത് കഴിഞ്ഞിട്ട്
നമ്മുടെ ഫ്ലാറ്റിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് അച്ഛ എന്നുള്ള അർത്ഥത്തിൽ ബാബ എന്നാണ് വിളിക്കുക. ബാബ, ഞാൻ പോയിട്ട് വരാം, പക്ഷെ എന്നോട് ഒരു കാര്യമുണ്ട്, പുസ്തകം വായിക്കാൻ പറയരുത്. ഞാൻ പുസ്തകം വായിക്കണമെന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല വന്നത്. എനിക്ക് അങ്ങയുടെ അടുത്ത് നിന്ന് ദീക്ഷ വേണം. ആ ദീക്ഷാ സാധന ഞാൻ പൂർണ്ണമായിട്ട് വേണ്ടതുപോലെ നടത്താം. അപ്പം ഉദ്യോഗം ഭരിക്കുന്ന കാലമാണ്. അങ്ങനെ സാധന ചെയ്ത് അനുഭവ സാക്ഷാത്കാരമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ പുസ്തകം വായിക്കാൻ പറയരുത്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട, വായിക്കണ്ട. പക്ഷേ വായിക്കാനുള്ള സമയം വന്നാൽ നിൻ്റെ മേശപ്പുറത്ത് പുസ്തകം വന്നോളുന്നു. അങ്ങനെ ഞാൻ വന്നു. തീവ്രമായിട്ട് സാധന ചെയ്യും. ആഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 1.25 മണിക്കൂർ, വന്നു കഴിഞ്ഞാൽ ഒരു 1.25, പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 9:30 മണിക്കൊക്കെയാണ് വായിക്കാൻ തുടങ്ങുക. ട്രാമിലും വായിക്കും. പോകുമ്പോൾ ട്രാമിൽ ഈ ബസ് മാതിരി ഇളകില്ലല്ലോ. അപ്പോൾ അങ്ങനെ വായിക്കും. അത് കഴിഞ്ഞ് ഒരു എത്ര സമയം കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. മേശപ്പുറത്ത് കണ്ടത് മുണ്ടകോപനിഷത്താണ്. ആ മുണ്ടകോപനിഷത്ത് എടുത്ത് വായിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് ഉപനയനം കഴിഞ്ഞത് കുറച്ച് വൈകിട്ടാണ്. അപ്പോൾ പൂണൂലിട്ടതിന് ശേഷം അമ്മ പറഞ്ഞു, അതേ, ഒരു കാര്യം ഓർക്കണം, നിനക്ക് ശരീരത്തിന് സുഖമില്ലാതെ വരാം, കിടന്നിടത്തിരുന്ന് കുറച്ച് വെള്ളം ചോദിച്ച് ഭോക്ഷണം കഴിച്ച് സന്ധ്യാവന്ദനം മുടക്കരുത്. അത് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ജൈമിനി പറയുന്നുണ്ടല്ലോ, അഹര സന്ധ്യാംപാസീത. ഇതൊന്നും ഞാനൊന്ന് വായിച്ചിട്ടില്ല, അറിയില്ല. അപ്പോൾ ഞാൻ പറയാറുണ്ട്, എൻ്റെ ചുമലിൽ പൂണൂലുള്ളിടത്തോളം കാലം ഞാൻ സന്ധ്യാവന്ദനം കഴിക്കാതെ സൂര്യൻ ഉദിച്ചസ്തമിച്ചിട്ടില്ല. 2 നേരം സന്ധ്യാവന്ദനം. അപ്പോൾ അതൊക്കെ എൻ്റെ ഗുരു കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്യുന്നതൊക്കെ, ജപിക്കുന്നതൊക്കെ. പിന്നെ ഒരു 45-50 മിനിറ്റൊക്കെ വരും കാലത്ത്, വൈകുന്നേരം കുറച്ച് കുറയും. അപ്പോൾ ഈ 2 കൊല്ലം ഇത്ര കഴിഞ്ഞിട്ട് മേശയിൽ കണ്ടത് മുണ്ടകോപനിഷത്താണ്. ഞാൻ ആ പുസ്തകം എടുത്ത് നിങ്ങൾ വായിച്ചു തുടങ്ങി. അത് സംസ്കൃതമാണല്ലോ. അപ്പോൾ ഞാൻ കൽക്കട്ടയ്ക്ക് പോകുമ്പോൾ ഇനി സംസ്കൃതം പ്രയോജനപ്പെടില്ല എന്ന് പറഞ്ഞ് ഭാണ്ഡം കെട്ടി അവിടെ വെച്ചു. ഇംഗ്ലീഷായി താല്പര്യം. അപ്പോൾ നമുക്ക് ആവശ്യം ഇംഗ്ലീഷാണല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ആ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട്, അമാവാസി ദിവസം ഒരു 100-500 ചന്ദ്രന്മാർ വന്ന് അങ്ങോട്ട് ഉദിച്ചാലോ, പൂർണ്ണചന്ദ്രന്മാർ എന്തായിരിക്കും, അതുമാതിരി ആ മുണ്ടകോപനിഷത്ത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്. അപ്പോൾ ഇതാണോ ഉപനിഷത്ത്? അപ്പോൾ നമ്മൾ ഇക്കണ്ട കാലം ചെയ്തു പോകുന്നതൊക്കെ എന്താ അതിനർത്ഥം എന്നിങ്ങനെയുള്ള ഒരു വിശേഷ ബുദ്ധിയാണ് തോന്നിയത്. ഒറ്റ ഇരിപ്പിൽ നിന്ന് വായിച്ചു തീർത്ത് അവസാനിപ്പിച്ചു. എന്നിട്ട് അവർ പറയണത് എന്താ? ഈ വേദങ്ങളിൽ പറയണതൊക്കെ ശരിയാ. താന്യാചരത നിയതം സത്യകാമാ ഏഷവപ്പന്ഥ സുഹൃതസ്യ ലോകേ. ഇതനുസരിച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്താ പറയണേന്ന് അറിയാമോ? പ്ലവാഹ്യേതേ അദൃഢായജ്ഞരൂപാ അഷ്ടാദശോക്തമപരം യേഷു കർമ്മ. എൻ്റെ അപ്പോ അതുവരെയൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഈ കർമ്മങ്ങളൊക്കെ ഓട്ടത്തോണികളാണ് എന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. ഈ തോണി വെറുതെ നിർത്തി അതിൻ്റെ ഉള്ളിൽ വെള്ളം കിടക്കില്ല. തുള ഇത്തിരി മേപ്പെട്ട് കയറിയിട്ടാണ്. അതിലെല്ലാവരും കൂടി കയറിയാൽ തോണി ഒന്ന് താഴും. അപ്പോൾ തുളയൊക്കെ തുറന്നു, വെള്ളം കിടന്നു. നിങ്ങളറിഞ്ഞില്ല. കുറേ പോയപ്പോൾ കുറേ കഴിഞ്ഞു. അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ഈ കർമ്മങ്ങളെ വിടാനും പറ്റില്ല, തുടരാനും പറ്റില്ല. പ്ലവാഹ്യേതേ അദൃഢായജ്ഞരൂപ അഷ്ടാദശോക്തമപരം യേഷു കർമ്മ ഏതശ്രേയോ ഏഭിനന്ദന്തി മൂഢാ. ഇതാണ് വിശേഷം എന്ന് പറഞ്ഞാൽ ആരാണോ അഭിനന്ദിക്കുന്നത് അവർ മൂഢന്മാരാണെന്ന്. വിഡ്ഢികൾ, കല്ല് വെച്ച വിഡ്ഢികളെന്നാണ് പറയുന്നത്. അതാണ് ഈ ഭാഗവത സത്രം, നമ്മൾ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം നടത്തുന്നതിൻ്റെ കാരണം.
നിങ്ങൾ എന്ത് വേണമെങ്കിൽ വേറെ ചെയ്തോളൂ, ആവശ്യം മനസ്സിലാണ്, മാറ്റം മനസ്സിലാണ്, മനസ്സ് ഉള്ളിലാണ്. അവിടേക്ക് കിടക്കാനായിട്ട് ഒരു സാധനവും ഇല്ല ലോകത്തിൽ. കാറ്റ് ലങ്സിലേക്കും ഭക്ഷണം വയറ്റിലേക്കും പോകും. മനസ്സിലേക്ക് കിടക്കാൻ ലോകത്തിലുള്ള ഒരു പദാർത്ഥം പോവില്ല. ഏതെങ്കിലും ഒരു സാധനം പുറമേ നിന്നൊരു വസ്തു നിങ്ങളുടെ ഉള്ളിലേക്ക് മനസ്സിലേക്ക് കിടക്കുമോ? എന്താ വരുമില്ലാതെ കിടക്കോ? സന്തോഷം എന്ന് പറയുന്നത് ആരാ ഉണ്ടാക്കുക? ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടാക്കുമോ? അത് ജഡമല്ലേ. സന്തോഷം എന്ന് പറയുന്നത് ഒരു വികാരമാണ്. അത് മനസ്സാണ് ജനിപ്പിക്കേണ്ടത്. മനസ്സ് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ സന്തോഷത്തിന് എരന്ന് നടക്കുക, അയ്യേ, ഇതിലേറെ മൂഢത്വമുണ്ടോപ്പ? സന്തോഷം രചിക്കുന്നത് മനസ്സാണ്. ആ മനസ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒരാൾക്കും അത് തട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ആ മനസ്സിനെ കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്താ പറയണത്? ഇതാണോ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഫലം? അപ്പോൾ പിന്നെ എന്താ വേണ്ടത് എന്നൊരു ചോദ്യം. അതിന് ഉപനിഷത്ത് മറുപടി പറയാണ്: പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാന്നാസ്ത്യകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. അപ്പോൾ ഒരു സമാധാനം കിട്ടിയപ്പോൾ കാര്യകാരണ മേഖലയിൽപ്പെട്ടതാണ് ഈ ലോകം മുഴുവനും. നമ്മുടെ ജന്മമടക്കം സ്വർഗം, നരകം, ബ്രഹ്മാവ് എല്ലാവരും തന്നെ. അപ്പോൾ ഈ കർമ്മം കൊണ്ട് സമ്പാദിക്കുന്ന ലോകങ്ങളെയൊക്കെ നല്ലപോലെ പരിശോധിച്ച് നിർവേദമായാത് അവയോടൊക്കെ നമുക്ക് എന്തു വേണം? വൈമനസ്യം തോന്നണം എന്ന്. ഒന്ന് പറയൂ. വൈമനസ്യം. അതിലൊരൊറ്റെണ്ണത്തിൽ താല്പര്യം തോന്നരുത് എന്ന്. നാസ്തി അകൃതകൃതേന. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുണ്ടല്ലോ പലതും, കാമ്യമായിട്ടുള്ള പല കർമ്മങ്ങളും, അതുകൊണ്ടൊന്നും ഈ കാര്യകാരണത്തിന് അതീതമായിരിക്കുന്ന പരമ്പൊരുൾ ലഭിക്കാൻ സാധ്യമില്ല. അതുകൊണ്ട് ഈ രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടി തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. നാസ്തി അകൃതകൃതേന. അതുകൊണ്ട് എന്തു വേണം? തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത്. ഈ സത്യം അറിയാൻ വേണ്ടി അറിയുന്ന ഒരാളുടെ അടുത്തേക്ക് പോവുക, അതാണ് വേണ്ടത്. ആ അറിയുന്ന ആളാണ് ഈ സദ്ഗുരു എന്ന് പറയുന്നത്. എല്ലാം കൂടി 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളുമാണല്ലോ. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ് പരാവിദ്യ, അപരാവിദ്യ. പരാ എന്ന് വെച്ചാൽ ഉത്കൃഷ്ടം, അപരാ എന്ന് പറഞ്ഞാൽ നികൃഷ്ടം. ഇതിൽ പറയട്ടെ, 4 വേദവും 6 ശാസ്ത്രവും അപരാവിദ്യയാണ്. അപ്പോൾ പിന്നെ പരാവിദ്യ എന്താ? യയാ തദക്ഷരമുപഗമ്യതേ. ഒരു കാലത്തും നശിക്കാത്തതായ, നാശമില്ലാത്ത, അവിനാശിയായിരിക്കുന്ന ഒരു പൊരുളുണ്ട്. അതിനെ വെളിപ്പെടുത്തുന്നത് എന്തോ അത് മാത്രമാണ് പരാവിദ്യ. നിങ്ങളൊന്ന് ഓർമ്മ വയ്ക്കുമോ കൂട്ടരെ? മക്കളെയൊക്കെ പഠിപ്പിച്ചോളൂ. ലണ്ടനിലേക്ക് അമേരിക്കയിലേക്കും ഒക്കെ പറഞ്ഞയച്ചോളൂ. എന്ത് പഠിക്കാനാ? അപരാവിദ്യ. നശിക്കണത് പഠിക്കാനാ, നശിപ്പിക്കാനും പഠിക്കാനാ. നശിക്കുന്നത് നശിപ്പിക്കാനും. നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എങ്ങനെയാ? അതിൽ കടന്നു കഴിഞ്ഞു. ആൾക്കാരിങ്ങനെ സ്വയം വീണ് മരിച്ചു തുടങ്ങും. അത്രയ്ക്കായി. ആരാ ഈ ചൂടുണ്ടാക്കിയത്? സൂര്യനോ? നമ്മളാണ് ഈ ചൂടുണ്ടാക്കിയിരിക്കുന്നത്. ബാക്കിയൊക്കെ നശിക്കുന്നതാണ്. നശിക്കാത്തത് ഇത് മാത്രമാണ്.
ഓരോ ഉപനിഷത്തിനും ഓരോ തുടക്കമുണ്ട്. അതിൽ മുണ്ടകോപനിഷത്തിൻ്റെ തുടക്കം വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പം മുണ്ടകോപനിഷത്തിന് വളരെ വിശേഷപ്പെട്ട ഒരു ഉപനിഷത്താണ്. അതിൽ ആധികാരികത്വമുണ്ട് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ആ കർമ്മത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള ഒരു പോക്കുണ്ടല്ലോ, അതാണ് ശ്രീമദ് ഭാഗവതം. പരീക്ഷിത്ത് ചോദിക്കുകയാണ്, ആസന്ന മരണൻ എന്തു ചെയ്യണമെന്നാണ് ചോദിക്കണേ. എല്ലാം കൂടി 7 ദിവസമേ കയ്യിലുള്ളൂ. ആ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ഈ ദുർവിധി നീക്കാൻ എന്തു വേണമെന്നാ ചോദ്യം. അതിന് ശുകമഹർഷി വന്ന് പറഞ്ഞുവല്ലോ, 16 വയസ്സുകാരൻ ഉടുതുണിയില്ലാതെ സഞ്ചരിക്കുന്ന കുട്ടിയാണ് വന്നതോടെ. ആ ശുകൻ്റെ വരവ് ശ്രീമദ് ഭാഗവതത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. ആ കഴുത്തിലുള്ള വടുക്കളും എല്ലാം അത് നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കണത്. ഇങ്ങനെ ഒരു സൗന്ദര്യമോ ഒന്ന് ആശ്ചര്യപ്പെടും. അവധൂതനാണ്. ആ കുട്ടി അവിടെ ഇരുന്ന ഇരിപ്പിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മനസ്സിലാക്കി തനിക്കല്ല, കേൾക്കുന്നവനെ മനസ്സിൽ ആക്കി മനസ്സാകെ മാറി, ബുദ്ധിയാകെ തെളിഞ്ഞു, തക്ഷകൻ്റെ ഭയം പമ്പ കടന്നു, താൻ ബ്രഹ്മലീനനുമായി. ഇനി എന്തു വേണം നിങ്ങൾക്ക്? ഇതൊക്കെ ശബ്ദത്തിൻ്റെ മഹിമയാണ്, വാക്സാമർഥ്യമാണത്. വചോ വിഭൂതിഹീന. ആ വാഗ് വൈഭവം പറയാൻ സാധിക്കണം, കേൾക്കാൻ തോന്നണം. ആ പറയുന്ന ആൾ തൻ്റെ പറച്ചിലിലൂടെ കേൾക്കുന്നവരുടെ മനസ്സിനെയും ബുദ്ധിയെയും കവർന്നെടുത്ത് അതിൽ പോരാത്ത ശുദ്ധിയൊക്കെ വരുത്തി ആശയത്തെളിച്ചമുണ്ടാക്കി പ്രപഞ്ചത്തിനെ മുഴുവനും മാച്ച് പരമാത്മാവിൻ്റെ സ്ഫുരണത്തിൽ ലയിപ്പിക്കണം. അതാണ് തത്വപ്രവചനം. ബ്രഹ്മാദേവാനാം പ്രഥമഃ സംബഭൂവ വിശ്വസ്യ കർത്താ ഭുവനസ്യ ഗോപ്ത സ ബ്രഹ്മവിദ്യാം സർവവിദ്യാപ്രതിഷ്ഠാം അഥർവായ ജ്യേഷ്ഠപുത്രായ പ്രാഹ. ഇത് മുണ്ടകോപനിഷത്തിൻ്റെ തുടക്കമാണ്. നോക്കൂ എവിടേക്കാണ്? ബ്രഹ്മാദേവാനാം പ്രഥമഃ സംബഭൂവ. നമ്മുടെ വേദങ്ങളിലുള്ള കർമ്മങ്ങളെല്ലാം ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ? പ്രജാപതിയുടെ ലോകം, ബ്രഹ്മാവിൻ്റെ ലോകം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ബ്രഹ്മാവിൻ്റെ ലോകം, ബ്രഹ്മലോകത്തിലേക്കാണ് പോക്ക്. അതെപ്പോഴാ? നമ്മൾ മരിച്ചാൽ പോകാൻ പറ്റില്ല. ലോകത്തിനൊരു ലയം ഉണ്ടല്ലോ, അപ്പോഴാ പോകാൻ പറ്റുക. അത് വിചാരിച്ചില്ല. ഇതെവിടെയാപ്പം? ഇതെന്നത്? ഈ വേദങ്ങൾ എന്താ പറയണേ? കർമ്മങ്ങളൊക്കെ ചെയ്തോളൂ, നിങ്ങൾക്ക് സ്വർഗം കിട്ടും. എപ്പോഴാണ് കിട്ടുക? മരിച്ചിട്ട്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ മരിക്കൂ, പിന്നെ ആരെങ്കിലും ചോദിക്കാനുണ്ടാവുമോ? മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? അവരുടെ നേരമ്പോക്ക കഥ എന്താ? മരിച്ചതിന് ശേഷമാണ് കിട്ടുകയെന്ന്. ഏതെങ്കിലും ഒരാൾ മരിച്ചിട്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോയി കർമ്മം ചെയ്തതെന്ന് പറഞ്ഞവർ ഇതുവരെ ഉണ്ടോ? അപ്പോൾ വേദത്തിന് എന്താ കുഴപ്പം? മരിക്കും നിങ്ങൾ എന്നിട്ട് പറയും. അപ്പോൾ ആ ബ്രഹ്മാവിനെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. ബ്രഹ്മാദേവാനാം പ്രഥമഃ സംബഭൂവ. ദേവന്മാരിൽ പ്രഥമനായിരിക്കുന്ന ബ്രഹ്മ സ്വയം ജനിച്ചു. വിശ്വസ്യ കർത്താ ഭുവനസ്യ ഗോപ്ത. ഈ വിശ്വത്തിനെ രചിച്ചവൻ, ലോകത്തിനെ സംരക്ഷിക്കുന്നവൻ. സഹ അദ്ദേഹം സ്വന്തം കുട്ടിയിൽ മൂത്തവനെ വിളിച്ച് സ ബ്രഹ്മവിദ്യാം സർവവിദ്യാപ്രതിഷ്ഠാം. ഈ 2 വാക്കാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മവിദ്യാം സർവവിദ്യാപ്രതിഷ്ഠാം. എല്ലാ അറിവിനും നിദാനമായിട്ടുള്ള ബ്രഹ്മവിദ്യ. ഇപ്പം നമ്മളൊക്കെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആ പഠിപ്പിൽ ആധാരമില്ലാത്ത പഠിപ്പാണ്, അധിഷ്ഠാനമില്ലാത്തതാണ്. സർവ്വ പഠിപ്പും പഠിക്കണത് ആരാ? മനസ്സും ബുദ്ധിയുമാണ്. അത് 2 എവിടെയാണ്? ഉള്ളിലാണ്. ആ മനസ്സിനും ബുദ്ധിക്കും വെളിച്ചം നൽകുന്നതോ പ്രേരണ നൽകുന്നതോ ആരാ? ഉള്ളിലാണ്. അവിടേക്ക് നമ്മൾ ചെല്ലുന്നില്ല. അത് ഇന്ദ്രിയങ്ങളിലൂടെ കാണിച്ചു തരുന്ന ലോകവസ്തുക്കളെ ഗ്രഹിക്കാനും അതിൻ്റെ ശാസ്ത്രം പഠിക്കാനേ നമ്മൾ പോകുന്നുള്ളൂ.
അപ്പം മകനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ പൊന്നു മോനെ, നീ ഇത് മനസ്സിലാക്ക്, അപ്പോഴേ നിനക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാവുള്ളൂ. സ ബ്രഹ്മവിദ്യാം സർവവിദ്യാപ്രതിഷ്ഠാം അഥർവായ ജ്യേഷ്ഠപുത്രായ പ്രാഹ. മൂത്ത മകനെ വിളിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബ്രഹ്മാവ് അരുമയായി മൂത്ത മകനെ വിളിച്ച് പറഞ്ഞു കൊടുത്തതാണ് ഈ ബ്രഹ്മവിദ്യ. അപ്പോൾ നിങ്ങൾക്കിത് വേണോ വേണ്ടയോ? അതാണ് ശ്രീമദ് ഭാഗവതം. അടിമുടി ബ്രഹ്മവിദ്യ അതിന് പ്രതിപാദിക്കുന്നത്. ഭക്തിയുടെ പരിവേഷമുള്ളതുണ്ടാവട്ടെ, ഭക്തനിലൂടെ, ഈശ്വര ഭക്ത സംവാദത്തിലൂടെ, സംഭവ ചർച്ചകളിലൂടെ, എവിടെയായാലും ബ്രഹ്മവിദ്യ. അഥർവണേയാം പ്രപദേത ബ്രഹ്മ അഥർവാതാം പുരോവാചാങ്കിരേ ബ്രഹ്മവിദ്യാം സ ഭാരദ്വാജായ സത്യവഹായ പ്രാഹ ഭാരദ്വാജോ അങ്കിരസേ പരാവരാം. അങ്ങനെ ഒരാൾ ഇനിയൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് അങ്കിരസിൻ്റെ കയ്യിൽ ആ ബ്രഹ്മവിദ്യയുണ്ട്. ആ അങ്കിരസാണ് ഇവിടെ പ്രവക്താവ്. എവിടെ? മുണ്ടകോപനിഷത്തിൽ. ആ അങ്കിരസിൻ്റെ അടുക്കിലേക്ക് പോയി അത്രേ. ആര്? ശൗനകോഹ വൈ മഹാശാലോ അങ്കിരസം വിധിവതുപസന്നഃ പപ്രച്ഛ. ഞാനിതങ്ങോട്ട് വായിച്ചപ്പോണ്ടല്ലോ, എൻ്റെ അപ്പ മഹാശാലോ, വലിയൊരു ഗൃഹസ്ഥൻ, വണ്ണം കൊണ്ടല്ല, വിധിവത്തായിട്ട് അഗ്നിഹോത്രവും അതോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ചെയ്ത് പ്രായം വന്നു. ഇനി കർമ്മം ചെയ്യാൻ പറ്റാതായി, കൈ വിറയ്ക്കണു, തീയുടെ പുക സഹിക്കാൻ വയ്യ. ഇത്ര നാളും ചെയ്തിട്ട് എന്തുണ്ടായി? ആരാ പറയാൻ? അഗ്നി ദഹിപ്പിച്ചത് ശരി, അഗ്നി മിണ്ടില്ല. ഇന്ദ്രന് കൊടുത്തു, അദ്ദേഹം വന്ന് മിണ്ടിയില്ല. അപ്പോൾ പിന്നെ എന്താ? ഞാൻ ചെയ്തു എന്നൊരു സമാധാനം മാത്രമുണ്ട്. ഇതിനെന്താ വല്ല വഴിയുണ്ടോ എന്ന് മുതിർന്നവരോട് ചോദിച്ചപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ, ഇതിൽ മീതെ ഇല്ല, മിണ്ടാണ്ടിരിക്കുക തന്നെ. അപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ വൃഥാവാണോ? ആണെന്ന് തന്നെ പറയണം. അത് മുമ്പ് അറിഞ്ഞില്ലല്ലോ. അപ്പോൾ തൻ്റെ കർമ്മങ്ങളിൽ നിന്ന് തനിക്ക് ഉദ്ദേശിച്ച നേട്ടമുണ്ടായില്ല. പ്രായം ചെന്നവരോടും സമപ്രായക്കാരോടും ചോദിച്ചപ്പോൾ അവരും ഇത് തന്നെയാണ് പറയണത്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? നമ്മളെപ്പോലെ അല്ലാത്ത ആരുടെ അടുത്തെങ്കിലും പോവുക. അതാരാ? ഞങ്ങളെയൊക്കെ പോലെയുള്ളവർ, സാധാരണക്കാരെല്ലാവരും. അവർ കാട്ടിൽ താമസിക്കുന്നവരാകും, തപസ്വികളാകും. ഇപ്പോൾ സ്വാമിജി എവിടെയാണ്? ഉത്തരകാശിയിലാണ് താമസിക്കുന്നത്. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ആരും താമസിക്കാത്തൊരു സ്ഥലം വേണമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് പാണ്ഡവഗിരി കിഴക്കേ സ്ലോപ്പിൽ ആരും താമസിച്ചിട്ടില്ലാത്തൊരു സ്ഥലം കിട്ടി. വലിയ സന്തോഷമായി. അതിൻ്റെ 4 ഭാഗത്തും വഴിയും റോഡുമാണ്. അപ്പോൾ ഉപദ്രവം ഉണ്ടാവില്ല. അവിടെ ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ പൊരിക്കുമ്പോൾ മണം വരാണ്ടിരിക്കണ്ടേ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പോന്ന് പറഞ്ഞ് പോകുന്നവരുണ്ടാവും. അത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ വിഷമമാണ്. ഇപ്പം അങ്ങനെ കേൾക്കാറില്ല. ഞാൻ ആ നാട്ടിൽ ചെന്നപ്പോൾ റോട്ടിൽ കൂടി തെറി പറഞ്ഞു. അപ്പോൾ എനിക്കിത് കേൾക്കാൻ വലിയ വിഷമമാണ്. അപ്പോൾ ഞാൻ ആ പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് പറഞ്ഞു, അതൊരു കാര്യം പറയട്ടെ, ഞാനിത് കേട്ട് ശീലിച്ചവനല്ല, അതുകൊണ്ട് ആ റോഡിൻ്റെ അവിടെ എത്തിയ പറച്ചിൽ നിർത്തുക, ഇവിടുന്ന് തുടങ്ങിക്കോളും, ഇവിടുന്ന് വരുമ്പോൾ അവിടെ നിർത്തിയിട്ട് തുടങ്ങിക്കോളും. അങ്ങനെ 2-3 തവണ പറഞ്ഞിട്ട് അവർ പറച്ചിൽ നിർത്തി. ആശ്രമത്തിൽ കുട്ടികളെ വിളിച്ച് പഠിപ്പിക്കുന്നുണ്ട്, കൾച്ചറൽ ക്ലാസ്. അപ്പോൾ ആ കുട്ടികൾ പോയിട്ട് അച്ഛനന്മാരുടെ വായൊക്കെ പിടിച്ച് കെട്ടി, അല്ലെങ്കിൽ തെറി സംസാരിച്ചിട്ട് ആ ഭാര്യയും ഭർത്താവും കൂടി അഭിനന്ദിക്കുക. അതൊക്കെ നിന്നു. സന്ധ്യയ്ക്ക് വിളക്ക് കൊടുത്തു. ഒരക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല, ആരോടും മിണ്ടില്ല. അന്ന് ബസ്സിൽ കയറാൻ പോകുമ്പോൾ അവിടെ ചെന്ന് ദൂരത്ത് നിൽക്കും, എന്നിട്ട് ബസ് വന്നാൽ ഓടി ചെന്ന് കയറും, എന്നിട്ട് പോകും. ആരോടും മിണ്ടില്ല, ആരോടും മിണ്ടാറില്ല. അപ്പോൾ ഇത് നല്ല നേരം പോകായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്കിരസ് ശൗനകൻ മഹാശാലോ അങ്കിരസം വിധിവതുപസന്ന. അപ്പം നാട്ടിൽ നിന്ന് മെച്ചമില്ല, സമപ്രായക്കാരോട് ചോദിച്ചിട്ടും കാര്യമില്ല. ഇന്ന് തന്നെ ഇതൊന്നും അല്ലാത്ത ഒരാളുടെ അടുത്ത് പോവാം എന്ന് പറഞ്ഞ് അങ്കിരസിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്താ ചോദിച്ചത്? ആ ചോദ്യമാണ് നിങ്ങൾ ഓർമ്മ വയ്ക്കേണ്ടത്.
കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിദം വിജ്ഞാതം ഭവതീതി. എൻ്റെ മനസ്സിനെ ഇളക്കി മറിക്കുന്ന ഒരു ചോദ്യമുണ്ട് മഹർഷേ. അദ്ദേഹത്തിന് നമസ്കരിച്ച് വണങ്ങി ചോദിച്ചതാ, എന്തിനെ മനസ്സിലാക്കിയാലാണോ ഈ കാണുന്നത് അത്രയും മനസ്സിലാക്കപ്പെടുക? എന്തിനെ അറിഞ്ഞാലാണോ ഈ കാണുന്നത് അത്രയും അറിയപ്പെടുക? ഇതാണ് ഉപനിഷത്ത്, ഇതാണ് ശ്രീമദ് ഭാഗവതം. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകണമെന്ന് പറയുന്നു കൃഷ്ണൻ. ഗുരുദേവതാത്മാ, ആ ഗുരുവിനെ ഈശ്വരനായും സ്വന്തം ആത്മാവായും കണ്ടുകൊണ്ട് വേണം പോവാൻ. ആ പോക്ക് വളരെ വിശേഷപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു തരട്ടെ. അപ്പം അവിടെ പോയി കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിദം വിജ്ഞാതം ഭവതീതി തസ്മൈ സ്വഹോവാച ദ്വേ വിദ്യേ വേദിതവ്യേ ഇതിഹസ്മ യത് ബ്രഹ്മവിദോ വദന്തി പരാചൈവാപരാച. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ആരും ഇങ്ങനെ വന്ന് ചോദിക്കുന്നവരില്ല. പ്രായം ചെന്നിട്ടുള്ള ഒരു ഗൃഹസ്ഥൻ ഇത്രയും കാലം കർമ്മഠനായി കർമ്മം കഴിച്ചു വന്നു. ഇപ്പോൾ വന്നിട്ട് എന്നോട് ചോദിക്കുക, ഈ കർമ്മം എങ്ങനെ ചെയ്യണമെന്നല്ല ചോദിക്കുന്നത്, എന്തറിഞ്ഞാലാണോ എല്ലാം അറിയപ്പെടുക എന്നൊരു ചോദ്യമാണ്. അറിവിനെ സംബന്ധിച്ചൊരു ചോദ്യമാണ്. പപ്രച്ഛ, ചോദിച്ചു. ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നാൽ എന്താ? ചോദിച്ചു, അന്വേഷിച്ചോളൂ, പറഞ്ഞു തരും. പറഞ്ഞു തരുന്നത് കേട്ട് ഗ്രഹിക്കുക, അതാണ് ആവശ്യം. വിദ്യ രണ്ട് തരത്തിലാണ് അറിയപ്പെടേണ്ട വിദ്യ. പരാ ചൈവാപരാ. ശ്രേഷ്ഠം ഉയർന്നത്, അശ്രേഷ്ഠം താണത്. തത്രാപരാ ഋഗ്വേദോ യജുർവേദോ സാമവേദോ അഥർവവേദ ശിക്ഷാകൽപ്പോ വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി. അഥ പരാ യയാ തത് അക്ഷരമധിഗമ്യതേ. ഞാനിതങ്ങോട്ട് വായിച്ചപ്പോഴേ ഇടിവെട്ട് കൊണ്ട പോലെ വളരെ സംസ്കാര പാരമ്പര്യത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. ഈ നാട്ടുകാരനാണല്ലോ. അപ്പോൾ അവിടെ എന്താ പറയണത്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, ഇങ്ങനെ 4 വേദവും 6 ശാസ്ത്രവും ഒക്കെ അശ്രേഷ്ഠമായ വിദ്യയാണ്, നികൃഷ്ടമാണ്. അഥ പരായയാ തത് അക്ഷരമധിഗമ്യതേ. പരാവിദ്യ എന്താണെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലോകവസ്തുക്കൾ മുഴുവൻ നശ്വരങ്ങളാണ്. ഈ നശ്വരം സ്വയം നിലനിൽക്കില്ല. അതിന് നിലനിൽക്കണമെങ്കിൽ അനശ്വരമായ ഒരു അധിഷ്ഠാനം വേണം. ആ അനശ്വരമായ അധിഷ്ഠാനത്തെ വെളിപ്പെടുത്തി തരുന്നതാണ് പരാവിദ്യ. തൂണിലും തുരുമ്പിലും പഞ്ചഭൂതങ്ങളിലും മണ്ണിലും വെള്ളത്തിലും കാറ്റിലും അഗ്നിയിലും ആകാശത്തിലും നമ്മുടെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും അഹങ്കാരത്തിലും എല്ലാം നശ്വരമാണ്. ആ നശ്വര വസ്തുക്കൾക്ക് നിലനിൽക്കാനായി ഒരധിഷ്ഠാനം അനശ്വരം ആവശ്യമാണ്. ആ അനശ്വരത്തെ വെളിപ്പെടുത്തി തരുന്ന അറിവുണ്ടല്ലോ, അതാണ് പരാവിദ്യ. ഞാൻ ചിലതൊക്കെ ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് പറഞ്ഞുവല്ലോ, അതൊക്കെ ഇതിൽപ്പെട്ടതാ. വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ എന്ന് ആദ്യമായിട്ട് പറഞ്ഞുവല്ലോ, അതാണ് ഈ പരാവിദ്യ എന്ന് പറയുന്നത്. ഞാൻ നിർത്താം. ഇപ്പം ഞാൻ പറഞ്ഞത് നിഗമകൽപ്പതരോർ ഗളിതം ഫലം, നിഗമകൽപ്പതരുവായ ശ്രീമദ് ഭാഗവതം. അപ്പോൾ ആ നിഗമം എന്നുള്ള വാക്കിന് അർത്ഥം വേദങ്ങളാണ്. വേദങ്ങളിൽ ഉപനിഷത്താണ് അവസാനം അന്തിമമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ. ആ ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്നത് അനശ്വരമായ
നിത്യമായ ശുദ്ധബുദ്ധമുക്തമൊക്കെ ആയിട്ടുള്ള സത്യമാണ്. ആ സത്യമാണ് ശ്രീമദ് ഭാഗവതത്തിലെ പ്രതിപാദ്യം, അടിമുടി. അതാണ് വാസ്തവം, അതാണ് ശിവദം, അതിനെയാണ് വേദ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. സർവ്വ സംവാദങ്ങളിലും നിങ്ങൾക്ക് കാണുന്നത് ഇതാണ്. ഇനി അടുത്ത ദിവസം ഞാനിവിടെ വന്ന് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞതൊക്കെ ശ്രീമദ് ഭാഗവതത്തിൽ എവിടെയാണ് ഇതേമാതിരി തന്നെ പ്രതിപാദിക്കുന്നതെന്ന് ചില ദൃഷ്ടാന്തങ്ങൾ എടുത്ത് നിങ്ങളോട് പറയാം. ഇതിപ്പോൾ നിഗമകൽപ്പതരോർ ഗളിതം. അപ്പോൾ നിഗമകൽപ്പതരുവാണ്. നിഗമം എന്ന് പറയുന്നത് എന്താ, എങ്ങനെ ഇത് കൽപ്പതരുവാവുന്നു എന്ന് പറഞ്ഞു. അതാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഈ ഉപനിഷത്തുകളിൽ പറയുന്ന പ്രഖ്യാപനങ്ങളും വെളിപ്പാടുകളുമെല്ലാം അതുതന്നെയാണോ ശ്രീമദ് ഭാഗവതത്തിൽ എന്നുള്ള ചോദ്യത്തിന് അടുത്ത ദിവസം ഞാനിവിടെ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. പോരെ? നിർത്തട്ടെ? എന്താ മിണ്ടാതെ? നിർത്തട്ടെ എന്ന്? ശരി. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി 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 ഓം തത്സത്. ജയ ഗുരു ജയ ഗുരു ജയ ഗുരു. നമുക്കൊരു സമാപന ഓങ്കാരം ജപിച്ച് നിർത്താം. ഇതാ അമൃതമായിട്ട് കയ്യ് കോർത്ത് മടിയിൽ വയ്ക്കൂ, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കൂ, കണ്ണടയ്ക്കൂ, എന്നിട്ട് ജപിക്കൂ. ഇതാ ഓ ഓ ഹരി ഓം തത്സത്. ജയ ഗുരു.